ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഐ ഷാഡോ പാലറ്റ് വച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐ മേക്കപ്പ് കാണിക്കാനാണ്. അപ്പോൾ എല്ലാവരും വന്നിട്ട് ബ്രഷസ് യൂസ് ചെയ്യും, പിന്നെ കളർ എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേർക്ക് ബിഗിനേഴ്സിന് കുറച്ച് കഷ്ടമായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഒരു ഈസി ആയ ഒരു ടിപ്പാണ്. അതായത് ബ്രഷ് ഇല്ലെങ്കിൽ കൂടി നമുക്കത് ഈ ഡ്രൈ സ്പഞ്ച്, ചെറുതായിട്ടുള്ള ഇങ്ങനത്തെ ഒരു ഡ്രൈ സ്പഞ്ച് വെച്ചിട്ടും, പിന്നെ ഇത് ക്യൂ ടിപ്പ് എന്നാണ് ഇത് പറയുന്നത്, ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇത് ഐ മേക്കപ്പ് ചെയ്യാം എന്നാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മാറ്റ് ഐ ഷാഡോസും ഗ്ലിറ്റർ ഐ ഷാഡോസും ഇതിലുണ്ടാവും. ഇത് വന്നിട്ട് 452ന്റെ ഒരു പാലറ്റ് ആണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഒരു സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, അതിൻ്റെ അകത്ത് ഗ്ലിറ്റേഴ്സ് ഇല്ല, ഒരു സൈഡിൽ ഗ്ലിറ്റേഴ്സ് ഉണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാറ്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ മാറ്റ് സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് വേണം നമ്മുടെ ബ്രൈഡിന്റെ ആണെങ്കിൽ ഏത് കളർ സാരിയോ ആ സാരിക്ക് മാച്ച് ആകുന്ന ഗ്ലിറ്റേഴ്സ് കളേഴ്സ് കൊടുക്കാം, അതല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കളേഴ്സ് കൊടുക്കാം. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകുന്നത് എന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മളൊരു ഡാർക്ക് ഷെയ്ഡ് നമ്മുടെ ഇതിൽ ക്യൂ ടിപ്പിൽ എടുക്കുന്നു. എന്നിട്ട് ഒരു മാപ്പിംഗ്, അതായത് ഒരു ലൈൻ കൊടുക്കാം, നമുക്ക് വി മാതിരി. ഇപ്പൊ കണ്ടു കാണുമല്ലോ, ഞാൻ അതേ ഒരു വി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഡാർക്കർ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാനിപ്പോ ചെയ്തേക്കുന്നത്. ഇനി ഇതിന്റെ ഒരു ലൈറ്റർ ഷെയ്ഡ് എടുക്കാം. അപ്പൊ അത് ഇതിന്റെ തൊട്ട് മേളിലേക്കായിട്ട് വന്നിട്ട് വേണം നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ. ഇപ്പൊ കാണുന്നുണ്ടല്ലോ, ഹാർഷ് ലൈൻസ് പാടില്ല. അപ്പൊ ഇതിന്റെ അകത്ത് ഒത്തിരി കളേഴ്സ് പിഗ്മെന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ആയിട്ടുള്ള രണ്ടാമതൊരു ക്യൂ ടിപ്പ് കൂടെ എടുക്കുക. രണ്ടും കൂടെ ചേർത്ത് ഞാൻ ഒന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു കളർ ആഡ് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് ഒരു കളർ ആഡ് ചെയ്തിട്ടുണ്ട്, ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ അല്ലെ? അപ്പൊ അതുമാതിരി ഒരു ഈവൻ ലുക്ക് ആയിരിക്കണം. പിന്നെ മറ്റൊരു കാര്യം, ഇതിനെ വെളിയിൽ പോകാണ്ട് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ടേപ്പ് വെക്കാം. ടേപ്പ് വെച്ചിട്ട് ചെയ്തിട്ട് ടേപ്പ് മാറ്റുമ്പോൾ അതിന്റെ ഉള്ളിൽ തന്നെ നിൽക്കും. പക്ഷെ ഇത് ടേപ്പ് പോലും വേണ്ടാതെ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അടുത്തത് ഞാൻ വന്നിട്ട് ഒരു ഗ്ലിറ്റർ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു കോപ്പർ കളറിലെ ഗ്ലിറ്റർ എടുക്കാന്നാണ് വിചാരിക്കുന്നത്. അത് ജസ്റ്റ് വേണമെങ്കിൽ കയ്യിലെടുക്കാം, ഇല്ലെങ്കിൽ ഇതുമാതിരി ഒരു കുഞ്ഞ് ബ്ലെൻഡറിൽ, ബ്യൂട്ടി ബ്ലെൻഡറിൽ നമുക്ക് എടുക്കാം. എടുത്തിട്ടുണ്ട്. ഈസി അല്ലേ? എത്ര പെട്ടെന്ന് ഒരു ഐ മേക്കപ്പ് കഴിഞ്ഞു എന്നുണ്ട്. അപ്പൊ ഇത് ഇനി നമുക്ക് നേരത്തെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത അതേ ക്യൂ ടിപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഒരു ജോയിന്റ് ചെയ്തങ്ങ് വിടാം. കണ്ടോ, ഈസി ആയില്ലേ? അപ്പൊ ഇനി വേണമെങ്കിൽ ഐലൈനർ യൂസ് ചെയ്യണമെങ്കിൽ ഐലൈനർ യൂസ് ചെയ്യാം, മസ്കാര യൂസ് ചെയ്യുക, ഇല്ല നമ്മൾ ലാഷസ് വെക്കുന്നെങ്കിൽ വെക്കുക. പക്ഷെ ഐ മേക്കപ്പ് ഭയങ്കര ഈസി ആയിരുന്നില്ലേ? ഇത് മാതിരി ഇനി ഒരു ടിപ്പുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.